വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബൈർ. അപ്പോൾ ഇന്ന് ഞാൻ വെർമിസെല്ലി കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ഞാൻ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് ഇതിന് എത്രയാണ് റേറ്റ് വാങ്ങുന്നതെന്നും അതുപോലെ തന്നെ ഇത് 2 രീതിയിലായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക കേട്ടോ. ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജലാറ്റിനോ ചൈന ഗ്രാസോ കോൺഫ്ലവറോ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പുഡിങ് 2 രീതിയിലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് വെർമിസെല്ലി വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. സേമിയ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സേമിയ അതിൻ്റെ തിന്നായിട്ടുള്ള ഒരു കട്ടി കുറഞ്ഞിട്ടുള്ള ആ ഒരു സേമിയ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കണ്ടില്ലേ, ഈ ഒരു രീതിയിലുള്ളത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ. നമ്മൾ കുനാഫ ഡോ ഇല്ലാതെ കുനാഫ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലോ, അത് ഈ ഒരു വെർമിസെല്ലി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്. 200 ഗ്രാമാണ് ഇത്. അപ്പോൾ ഈ ഒരു വെർമിസെല്ലി വെച്ചിട്ട് 2 രീതിയിലായിട്ട് ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതിന് മുന്നേ നമുക്ക് ഈ ഒരു വെർമിസെല്ലി ഒന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ദാ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതിനെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് എടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നമ്മളിതാ ഇതുപോലെ ഒന്ന് ചെറിയ പീസസ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തിട്ടുള്ള വെർമിസെല്ലി തന്നെയാണ്, എന്നാലും നമുക്ക് ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ പീസസ് ആക്കിയതിന് ശേഷമാണ് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 രീതിയിലായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഒന്നല്ലെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വെർമിസെല്ലി റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയും അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ആ സമയത്ത് അതിലേക്ക് ഞാനൊരു 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു നൂൽ പരുവൊന്നും ആവണ്ട, നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ മാറ്റി വെക്കുക ഷുഗർ സിറപ്പ്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു വെർമിസെല്ലി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂണ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടം പോലെ. ഞാനിവിടെ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതിലേക്ക് ആ ഒരു നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെർമിസെല്ലി ഇല്ലേ, അതിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു റോസ്റ്റ് ചെയ്തിട്ടുള്ള വെർമിസെല്ലി തന്നെയാണിത്, എന്നാലും അതിലേക്ക് ആ ഒരു ബട്ടറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഷുഗർ സിറപ്പില്ലേ, അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, അതിൻ്റെ ഒരു 1/2 ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊരു പായസം മോഡലിലായി പോവും. ഇത് കുറച്ചൊന്ന് സോഫ്റ്റും അതുപോലെ തന്നെ കുറച്ചൊന്ന് ക്രിസ്പിയും ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ വെർമിസെല്ലി ഉണ്ടാവുക. ഇനി അതിലേക്കുള്ള ആ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് പാലാണ് കേട്ടോ എടുത്തത്. അതിലേക്ക് 6 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു പാലില്ലേ, അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം ആ ഒരു മിക്സ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു കസ്റ്റാർഡ് മിക്സും അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ് മിൽക്കും ഒക്കെ ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ അതിലേക്ക് മിഠായി മേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മിഠായി മേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മിഠായി മേറ്റ് ചേർക്കുന്നില്ല, ഷുഗർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യുക കേട്ടോ. ഞാനിവിടെ 1/4 കപ്പോളം മിഠായി മേറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏതൊരു പുഡിങ് ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ കുറച്ച് മിഠായി മേറ്റോ മിൽക്ക് മേഡോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതെല്ലാം അടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിർബന്ധമില്ല, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഫ്രഷ് ക്രീമും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. നിർബന്ധമില്ല, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിൽ കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൈ വെക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഇതാ കസ്റ്റാർഡ് ക്രീമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ചേർക്കുക കേട്ടോ. ഞാൻ ആ ഒരു വെർമിസെല്ലിയിൽ ബട്ടറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നില്ല. അത്യാവശ്യം നല്ലവണ്ണം തന്നെ കുറുകി വന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഈ ഒരു കസ്റ്റാർഡ് ക്രീം കുറച്ചൊന്ന് അതിൻ്റെ ചൂടൊക്കെ മാറുന്നതിനനുസരിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകി വരുവേ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മളെ കസ്റ്റാർഡ് ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ 10 മിനിറ്റ് നേരത്തേക്കൊന്ന് നമ്മളിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നതെങ്കിൽ ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കരുത് കേട്ടോ. അങ്ങനെ തന്നെ അടച്ചു വെക്കണം. അങ്ങനെയാണെങ്കിൽ ചില ഭാഗം സോഫ്റ്റ് ആയിട്ടും ചില ഭാഗം ഒരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു വെർമിസെല്ലി നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ആ മുഴുവനായിട്ടും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അങ്ങനെയാവുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു ഹൽവ പോലെയൊക്കെ ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ല നിങ്ങൾക്ക് കുറച്ച് ക്രിസ്പിനെസ്സോട് കൂടിയാണ് ഈ ഒരു വെർമിസെല്ലി വേണ്ടതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ട്രേയിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ആ ഒരു വെർമിസെല്ലിൻ്റെ ഒരു ലെയർ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കസ്റ്റാർഡ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, അതൊന്ന് തണുക്കും തോറും കുറച്ചും കൂടി ഒന്ന് കുറുകി വരുന്ന. ഇപ്പോൾ അതാ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ 2 രീതിയിലും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടമുള്ളതെന്ന് വിചാരിച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു കസ്റ്റാർഡ് ക്രീം മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൽ കുറച്ച് ബാക്കി വന്നത് ഞാൻ 2 ചെറിയ ബൗളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പോയി എല്ലാ ഭാഗത്തേക്കും ആ ഒരു ക്രീം എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു ക്രീമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റിന് ശേഷം വേണം ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ആ ഒരു വെർമിസെല്ലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള വെർമിസെല്ലി മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പിസ്ത ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് പിസ്ത കട്ട് ചെയ്തതും അതുപോലെ തന്നെ ബദാം ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നതെങ്കിൽ ഷുഗർ പൗഡറും മിൽക്ക് പൗഡറും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു രീതി പറഞ്ഞില്ലേ, ആ ഒരു സമയത്ത് നിങ്ങൾ നട്ട്സ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് പിസ്ത ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് റോസ് പെറ്റൽസ് ഉണ്ടല്ലോ, നമ്മൾ മിൽക്ക് കേക്കിൻ്റെ മുകളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ആ ഒരു ഡ്രൈ റോസ് പെറ്റൽസ്, അതും കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊരു ചെറിയ ട്രേയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന ആ ഒരു ട്രേൻ്റെ ഇഞ്ചളവ് എന്ന് പറയുന്നത് 13.5 ഇഞ്ച്
നീളവും 10.5 ഇഞ്ച് വീതിയുമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ട്രേയിലാണ് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ വീട്ടിലുള്ള ആവശ്യങ്ങൾക്കും ചെറിയ ചെറിയ ഓർഡറൊക്കെ വരുന്ന സമയത്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിയ ട്രേയിൽ കൊടുക്കുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 750 രൂപയാണ് കേട്ടോ. 750 രൂപക്കാണ് ആ ഒരു വലിയ ട്രേ വെർമിസെല്ലി കസ്റ്റാർഡ് പുഡിങ് സെയിൽ ചെയ്യാറുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ് കൂടിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ച സമയത്ത് കുറച്ച് ഷുഗർ സിറപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷുഗർ സിറപ്പ് നമ്മൾ ഇത് കഴിക്കുന്ന സമയത്താണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ദാ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഞാൻ ഉപയോഗിച്ചതാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ പുഡിങ് കിട്ടുക. പക്ഷേ നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് കിട്ടുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് 3-4 മണിക്കൂറിന് ശേഷം എടുത്തതാണ് കേട്ടോ. നമ്മളത് ആദ്യം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അതൊരു ക്രീമായിട്ടുള്ള ആ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ ഉണ്ടാവുക. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത് കാണിച്ചു തരാം. നമ്മളിത് ട്രേയിലായതുകൊണ്ടാണ് ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണല്ലോ. നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ബൗളിലൊക്കെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടിയും തിക്നെസ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നമുക്കിത് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിക്കാണിത് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ഷുഗർ സിറപ്പില്ലേ, അതൊന്ന് കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുനാഫയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് മധുരം കുറവാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ കുറച്ചുകൂടിയും ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലായതുകൊണ്ടാണ് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത്. നമ്മൾ ഷുഗർ പൗഡറൊക്കെ ചേർത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചിലവർ പറയും ഭയങ്കര മധുരമാണെന്ന്. പുഡിങ്ങൊക്കെ ശരിക്കും നമ്മൾ മധുരത്തോടെ തന്നെ കഴിക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പുഡിങ്ങൊന്നും നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഐറ്റം ഒന്നല്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പോൾ ഇത്തിരി മധുരമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ചറും അതുപോലെ അതിൻ്റെ ഒരു തിക്നെസ്സൊക്കെ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 രീതിയിലായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വിചാരിച്ചാൽ ആ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.